ലിനെ ഇല്ലാതാക്കി സ്വത്തുക്കൾ നേടിയെടുക്കാൻ റീത്ത. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, റീത്ത ശരിക്കും വലിയൊരു കുറ്റം ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ് എന്ന് കാണാൻ സാധിക്കും. പക്ഷേ റീത്തയ്ക്ക് വെല്ലുവിളിയായി ഒരേ ഒരു ആളേ ഉള്ളൂ എന്ന് കാണാൻ കഴിയും. അത് നമ്മുടെ അലീനയാണ് എന്ന് കാണാം. അതായത് ഇനിയും സ്റ്റാലിൻ തൻ്റെ മക്കളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ കുടുംബക്കാരെ, അതായത് തൻ്റെ സഹോദരിയും സഹോദരിയുടെ മക്കളും സ്വത്തുക്കളൊന്നുമില്ലാതെ ആകെ സങ്കടപ്പെടേണ്ടി വരും. അതുകൊണ്ട് തന്നെ അവരെ സങ്കടപ്പെടുത്താതിരിക്കാൻ താൻ തൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുമെന്ന് റീത്ത ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അതായത് സ്റ്റാലിൻ്റെ കയ്യിൽ നിന്നും സ്റ്റാലിൻ്റെ സ്വത്തുക്കൾ ബലമായി പിടിച്ചു വാങ്ങേണ്ടി വന്നാൽ, അങ്ങനെ ഇനി അയാൾ തരില്ല എന്ന് പറഞ്ഞാൽ വേറെ വഴിയൊക്കെ എനിക്കറിയാമെന്ന് റീത്ത പറയുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ എൻ്റെ റീത്താമ്മേ, അയാൾ തരാനൊന്നും പോകുന്നില്ല എന്നും അയാളുടെ മുമ്പിൽ നമ്മൾ ഇങ്ങനെ തലകുനിച്ച് വരേണ്ടി വരുമെന്നും പറയുമ്പോൾ ഇപ്രാവശ്യം അതൊന്നും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ കട്ടയ്ക്ക് കൂടെ നിന്നാൽ മതി, എല്ലാം ഞാൻ ശരിയാക്കിക്കൊള്ളാം. നിങ്ങളെൻ്റെ കൂടെ നിൽക്കില്ലേ എന്ന് റീത്താമ്മ ചോദിക്കുന്നത് കാണാൻ കഴിയും. ഇതേ സമയമാണെങ്കിൽ പിന്നെ ഞങ്ങൾ ചേച്ചിയുടെ കൂടെ നിൽക്കാണ്ട് പിന്നെ ആരുടെ കൂടെ നിൽക്കാനാണ് ചേച്ചി? ഒന്നുകൊണ്ടും പേടിക്കൊന്നും വേണ്ടാന്നേ. നമ്മൾ സത്യമായി നിന്നുകൊണ്ട് തന്നെ ആ സ്റ്റാലിനെ ഇല്ലാതാക്കിയിട്ടായാലും അയാളുടെ സ്വത്തുക്കൾ നേടിയെടുക്കുമെന്ന് പറയുന്നു. ഇതേ സമയമാണെങ്കിൽ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ പ്രത്യേകം ഒരു പ്ലാൻ തയ്യാറാക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ, എൻ്റെ ചേച്ചി, നമ്മൾ ഇത്രയും പേരില്ലേ, അയാളാകെ ഒരാളുമല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ജോലിക്കാരൊക്കെ അയാൾ പറയുന്നൊന്നും അനുസരിക്കാനൊന്നും പോകുന്നില്ല. ജോലിക്കാർ നമ്മൾ പറയുന്നതല്ലേ കേൾക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ലെന്നേ എന്ന് പറയുമ്പോൾ, അതെങ്ങനെ പറയാൻ പറ്റും? അയാളുടെ ബന്ധുക്കളും അപ്പനും എല്ലാവരും ഉണ്ടാവില്ലേ നമ്മൾ ചർച്ച നടത്തുമ്പോൾ? അപ്പോൾ ഈ കാര്യം പറയുമ്പോൾ അയാൾക്ക് വേണമെങ്കിൽ പറയാം, എൻ്റെ സ്വത്തുക്കളൊന്നും തരാൻ പറ്റില്ല, സാധ്യമല്ല, ഇറങ്ങിപ്പോവാനായിട്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ചതി പ്രയോഗിച്ചായാലും സ്വത്ത് നേടിയെടുക്കണമെന്ന് പറയുകയാണ് കേട്ടോ. അതായത് ചതി എന്ന് പറഞ്ഞാൽ സ്റ്റാലി മദ്യപാനിയാണല്ലോ. അപ്പോൾ മദ്യത്തിലൂടെ എന്തെങ്കിലും കൊടുക്കാനായിരിക്കാം ചിലപ്പോൾ നമ്മുടെ റീത്ത പ്ലാൻ ചെയ്യുന്നത് എന്ന് കാണാം. ഇവിടെയാണെങ്കിലോ അലീനയാണെങ്കിൽ സ്റ്റാലിന് വേണ്ട ഉപദേശവും കാര്യങ്ങളൊക്കെ നൽകുകയാണ്. പപ്പ, ഞാനിവിടെ നിൽക്കുന്നത് കൊണ്ട്, കൂടുതൽ മദ്യം കഴിക്കുന്നത് കൊണ്ടും പപ്പയുടെ ജീവിതത്തിൽ നിരന്തരമായ പ്രശ്നങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടും താനിവിടെ നിൽക്കുന്നത് ശരിയല്ല എന്നും താനിവിടെ നിന്ന് പോകുന്നത് തന്നെയായിരിക്കും ഉത്തമമെന്നും അലീന പറയുമ്പോൾ, മോളെ, നിന്നോട് ഇവിടെ നിന്ന് പോകാനായിട്ട് ഞാൻ പറഞ്ഞോ എന്ന് ചോദിക്കുന്നു. ഞാൻ ഒരിക്കലും പറഞ്ഞില്ലല്ലോ. നീ എൻ്റെ കൂടെ തന്നെ വേണം. പപ്പ നിനക്ക് വേണമെങ്കിൽ നിനക്ക് വേണ്ടി മദ്യപാനം കുറയ്ക്കാമെന്ന് പറയുമ്പോൾ, എങ്കിൽ അതാണ് എനിക്ക് വേണ്ടതെന്ന് പറയുന്നു. അതിനുശേഷം പപ്പയ്ക്ക് എന്ത് പ്രശ്നം വന്നാലും പപ്പയുടെ കൂടെ താൻ കട്ടയ്ക്ക് കൂടെ ഉണ്ടാകുമെന്ന് അലീന സ്റ്റാലിനോട് പറയുന്നു. ഇതേ സമയം നമ്മുടെ റീത്താമ്മയാണെങ്കിൽ നമ്മുടെ എൽസ വരുന്നവരെ നിൽക്കുകയാണ് എന്ന് കാണാം. ഒടുവിൽ എൽസിയുടെയും മനസ്സിൽ വിഷം കുത്തിവെച്ചതിന് ശേഷം, കാരണം അവരാരും അവരഭിപ്രായമൊന്നും പറയുന്നില്ല കേട്ടോ. കാരണം റീത്താമ്മ ഞങ്ങൾക്ക് നല്ലതേ വരാൻ ചെയ്യുള്ളൂ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ റീത്താമ്മയുടെ പക്ഷത്താണ് എന്ന് അവർ സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട്, അവർ സ്വയം അത് വിശ്വസിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളുടെ മകളുടെ അഭിനയം കാണുമ്പോൾ റീത്തയെ പിടിക്കാത്ത മാതിരിയാണ് തോന്നുന്നത്. എല്ലാവരുടെയും അഭിപ്രായ സ്വാതന്ത്ര്യം റീത്ത അടച്ചു വച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ റീത്തയെ അവർ
തള്ളിക്കളയാനായിട്ടൊരു ചാൻസ് ഉണ്ട് എന്ന് കാണാൻ കഴിയും. പക്ഷേ സ്റ്റാലിനുമായിട്ട് അവർക്കൊരു ബന്ധത്തിനും ഒരു കോണ്ടാക്റ്റോ അങ്ങനെ ഒന്നും ഇല്ല എന്നും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയമെങ്കിൽ നമ്മുടെ അവരുടെ മുൻപിൽ പ്രധാന വെല്ലുവിളി അലീനയാണെന്നും റീത്ത പറയുന്നുണ്ട്. അവളവിടെ അധികാരം സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചു തുടങ്ങിയിരിക്കുകയാണ്. പിന്നെ എങ്ങാനും സ്റ്റാലി അവളുടെ പേരിൽ സ്വത്തുക്കളൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ആകെ പണിയാകുമെന്നും പറയുന്നുണ്ട്. കൂടാതെ തന്നെയാണെങ്കിൽ എന്തായാലും സ്റ്റാലിനെ അവൾ അങ്ങനെ ഉപദ്രവിക്കാനൊന്നും സമ്മതിക്കില്ല. പറഞ്ഞു കേട്ടിടത്തോളം അവളൊരു തൻ്റേടി തന്നെയാണ് എന്ന് റീത്ത എല്ലാവരെയും അറിയിക്കുന്നുണ്ട്. അതങ്ങനെ തന്നെയാണല്ലോ. തൻ്റെ പപ്പയ്ക്ക് നേരെ എന്താക്രമണം വന്നാലും മക്കൾ മുൻപിൽ നിൽക്കുമല്ലോ. അതങ്ങനെയാണ്. ഇപ്പോൾ അലീനയാണെങ്കിൽ പപ്പയെ സ്നേഹിച്ച് തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പപ്പയ്ക്ക് നേരെ വരുന്നതെല്ലാം അലീന തടയുമെന്നും തീർച്ചയാണ്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്